ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ അധികം ഫിലിംസ് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ കണ്ടതായിരിക്കാം. പിന്നെ എന്നാലും ഒന്നുകൂടി കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇല്ല, എന്താ പറയുക, യൂട്യൂബിലില്ല, എവിടെയും ഇല്ല. ഓൺലി നെറ്റ്ഫ്ലിക്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് കേട്ടത്, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ. ഓക്കെ, അപ്പോൾ നെറ്റ്ഫ്ലിക്സ് നമ്മൾ എടുക്കുകയാണ്, ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ പ്ലേ സ്റ്റോർ എവിടെയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടി വരും. ഓക്കെ, പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ് ഗൈസ്. സംഭവം ഡൗൺലോഡായി, ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനും ആദ്യമായിട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നോക്കാം, വെയിറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. എൻ്റെത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. ഓക്കെ, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നാണ് കേട്ടോ. ഓക്കെ, സനു ക്ലിറ്റേഴ്സ്. അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഓൾറെഡി ഉള്ളത് കാരണം ഇത് എൻ്റെ മെയിൽ ഐ ഡി ഇവർ കാണിച്ചിട്ടുണ്ട്, മൊബൈലിൽ കാണിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ അടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുത്താൽ മതിയാവും. മെയിൽ ഐ ഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുക്കട്ടെ. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അടിച്ചു കൊടുക്കാം. ഓക്കെ, അത് അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഗൈസ്, ഞാനൊരു രീതിയിലൊരു പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാസ്വേഡ് ഇപ്പോൾ ഫോർഗോട്ട് പാസ്വേഡ് എന്നാൽ വല്ലതും അങ്ങനത്തെ പാസ്വേഡ് അടിച്ചെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതല്ല. ഓക്കെ, സൈൻ ഇൻ കൊടുക്കുക, സേവ് കൊടുക്കുക. കാരണം സേവ് ചെയ്തോട്ടെ. ഇൻവാലിഡ് ഇമെയിൽ. ഓക്കെ, ഇൻവാലിഡ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇവന്മാർ എവിടെ നിന്നാവും. സോറി ഗൈസ്, നമുക്ക് തെറ്റുപറ്റിയതാണ്. സൈൻ ഇൻ അല്ല കൊടുക്കേണ്ടത്. താഴെ കണ്ടോ, ന്യൂ ടു നെറ്റ്ഫ്ലിക്സ് സൈൻ അപ്പ് നൗ, കണ്ടോ, ഇതാണ് കൊടുക്കേണ്ടത് കേട്ടോ. പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിൽ സൈൻ അപ്പ് കൊടുക്കണം. ഓക്കെ, നമ്മുടെ തെറ്റാണ്, അമ്മമാരുടെ തെറ്റല്ല. ഓക്കെ, ക്ഷമിച്ചേക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തു. ഞാൻ ഒരു പാസ്വേഡ് കൂടി ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. ചെക്ക് യുവർ ഇമെയിൽ ടു ലേൺ മോർ. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സൈൻ അപ്പ്. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിക്കുക. അയ്യോ, ബാക്ക് അടിച്ച് പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ബാക്ക് അടിച്ചിട്ട് അപ്പോൾ ഗൈസ് netflix.com പോകാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, netflix.com എന്ന് അടിച്ചു കൊടുക്കുക ഗൂഗിളിൽ. അവിടെ ചെന്നിട്ട് ഇനി എന്ത് ചെയ്യാനാണോ നോക്കാം. എന്തായാലും ഇമെയിൽ അഡ്രസ്സ് നമുക്ക് കൊടുക്കുക. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തു. പിന്നെ ഇവന്മാർ എന്തൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ പാസ്വേഡ് ഞാൻ അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചപ്പോൾ ചൂസ് യുവർ പ്ലാൻ എന്നാണ് വരുന്നത്. നോ കമ്മിറ്റ്മെൻറ്റ്സ്, ക്യാൻസൽ എനി ടൈം, എവറിത്തിങ് ഓൺ നെറ്റ്ഫ്ലിക്സ് ഫോർ വൺ ലോ പ്രൈസ്, നോ ആഡ്സ് ആൻഡ് നോ എക്സ്ട്രാ ഫീസ് എവർ. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ചൂസ് ദ പ്ലാൻ. ഏത് പ്ലാനാണ് വേണ്ടതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. മൊബൈലിന് 149 രൂപക്ക് തൊട്ടുണ്ട്. മന്ത്ലി പ്രൈസ് ഉണ്ട്. ഓക്കെ, ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം എത്ര? 649 രൂപ. 4K കാണാൻ പറ്റും, HDR കാണാൻ പറ്റും. അടിപൊളിയാണല്ലോ സംഭവം. നിങ്ങൾ കണ്ടോ? എന്നുവെച്ചാൽ മൊബൈലിൻ്റെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 149 രൂപ ഗുഡാണ്. 450p, അത് വലിയ കുഴപ്പമില്ലാത്തൊരു റെസൊല്യൂഷനാണത്. ഫോണും ടാബ്ലറ്റും യൂസ് ചെയ്യാം നമുക്ക്. ഇനി അതെല്ലാം നിങ്ങൾ ബേസിക് എടുത്ത് കഴിഞ്ഞാൽ 200 രൂപയുടെ ഗുഡ്. 450p തന്നെ ഉള്ളൂ. പക്ഷേ ഫോണ്, ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ, ടി വിയിൽ വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, എന്താ കാണാൻ പറ്റും. പിന്നെ 500 രൂപയുടെ ആണെങ്കിൽ വീഡിയോ ക്വാളിറ്റി ബെറ്ററാണ്. 1080p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു റെസൊല്യൂഷനാണ് കേട്ടോ. മൊബൈലിലൊക്കെ നമുക്ക് യൂട്യൂബിൽ വരെ ഇപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മുടെ ജിയോയും എയർടെലും ഒക്കെ കൂടി മത്സരിക്കുന്നത് കൊണ്ട് അത് എല്ലാ ഓപ്ഷനുണ്ട്. ഫോൺ തൊട്ട് ടി വി വരെയുള്ള ഓപ്ഷനുണ്ട്. 1080p ആണ്. അതാണ് അതിൻ്റെ മെയിൻ ഗുണം. പിന്നെ 649 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വിയിലൊക്കെ കാണാൻ പറ്റിയ നല്ല ക്ലാരിറ്റി, നല്ല വിഷ്വൽ
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് തൽക്കാലം 149 എടുക്കാൻ നമുക്ക് അത്രയും കാശില്ല ഗൈസ്. അതുകൊണ്ട് ഇനിയിപ്പം എന്താ പറയണ്ടേ, നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ചൂസ് ഹൗ ടു പേ. ഇതിപ്പോൾ ഞാൻ ഗൂഗിളിലാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ ഓർമ്മിക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്, വിസ, അമേരിക്കൻ എക്സ്പ്രസ്, അങ്ങനെ കാർഡുള്ളവർ കാർഡ് കൊണ്ട് ചെയ്യുന്നവർ ആദ്യത്തത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തത് UPI ഓട്ടോ പേ. BIM ഉണ്ട്, പേടിഎം ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് കണ്ടോ, സെലക്ട് യുവർ UPI ആപ്പ്. ഓക്കെ, അതെടുക്കുക. എന്നിട്ട് നിങ്ങൾ പേടിഎം ആണെങ്കിൽ പേടിഎം എടുക്കുക. ഇനി അതല്ല ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ പേ ആകാനാണ് ചാൻസ്. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ എടുത്തിട്ടുണ്ട്. UPI ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഞാൻ UPI ID നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരുമല്ലോ. അതിന് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾ ചെല്ലുക. എന്നിട്ട് നിങ്ങളുടെ മോൾ ഭാഗത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന നിങ്ങളുടെ ചിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ എൻ്റെ ഒരു എംബ്ലം കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടേതും ഉണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI IDs കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ UPI ID ഞാൻ പറഞ്ഞു തന്നല്ലോ. അവിടെ ബാങ്കിൻ്റെ അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് UPI ID. അപ്പോൾ ഏകദേശം ഒരു UPI ID ഞാൻ സനൂപ് KC BBMS @OKHDFC Bank, അത് എനിക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യും. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും. ഓക്കെ, UPI ID 149 രൂപ. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ UPI ID കൊടുത്തിട്ടുണ്ട്, അഗ്രി കൊടുക്കുക. കണ്ടോ, എഗ്രി കണ്ടോ. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഓപ്പൺ യുവർ അപ്രൂവ് പേയ്മെൻറ്റ്, ഓപ്പൺ യുവർ ഗൂഗിൾ പേ ആപ്പ് എടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ മോളിൽ ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്രൂവ് ദ മാൻഡേറ്റ് ഫ്രം നെറ്റ്ഫ്ലിക്സ് എന്നുള്ള, കം ബാക്ക് ടു നെറ്റ്ഫ്ലിക്സ്. അപ്പോൾ നമ്മൾ ബാക്ക് പോവുക. ഓക്കെ, ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തിട്ട് സെറ്റപ്പ് ഓട്ടോ, നിങ്ങൾ ക്യാൻസൽ വെയിറ്റിംഗ് ഫോർ ഓട്ടോ പേ. ഓക്കെ, നിങ്ങൾ സെറ്റപ്പ് ഓട്ടോ പേ കൊടുക്കുക. കാശുണ്ടെങ്കിലല്ലേ ഇവർ എടുക്കൂ. നമ്മുടെ കയ്യിലൊക്കെ 150 രൂപ വെച്ചിട്ട് എല്ലാ മാസം കൊടുക്കാനുണ്ടാവില്ല. എന്നാലും അപ്രൂവ് ഓട്ടോ പേ. എന്നിട്ട് നിങ്ങളുടെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ, എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു, പാസ്വേഡ്, ഗൂഗിൾ പേയിൽ പൈസ പോകാനുള്ള. അയ്യോ, എററാണല്ലോ കാണിക്കുന്നത്, എന്ത് പറ്റി? അത് പൈസ ആയിട്ടില്ല, എന്താണെന്നറിയാൻ പാടില്ല. പക്ഷേ സംഭവം ഹൂസ് വാച്ചിങ്. അപ്പോൾ ചോദിക്കുകയാണ് സനൂപ് KC, ആരാ പിള്ളേരാണ് കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓക്കെ അടിച്ചു, ഞാനാണ് കാണുന്നതെന്ന്. യുവർ പേയ്മെൻറ്റ് ഈസ് പെൻഡിങ്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഇവിടെ കൂടി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. ഏറ്റവും മുകളിലുള്ള എടുക്കുക, മൈ ലിസ്റ്റ്, ആപ്പ് ലിസ്റ്റിംഗ്, അക്കൗണ്ട് എടുത്തിട്ട്, ഇത് ആപ്പിലാണ് ചെയ്യുന്നത്. ഇവന്മാർക്ക് എന്താണ് വേണ്ടത്? പൈസ വേണോ അതോ വേണ്ടേ? എനിക്കൊന്നും മനസ്സിലാവും. യുവർ പേയ്മെൻറ്റ് ഈസ് പെൻഡിങ് ഇൻ ദ മീൻടൈം ബില്ലിംഗ് ഡീറ്റെയിൽസ്. എന്താണ് നെക്സ്റ്റ്? 27 നവംബർ. നെക്സ്റ്റ് ബില്ലിംഗ് ഡേറ്റ് 27 നവംബർ എന്നാണ് കാണിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പൈസ പോയിട്ടില്ല, പക്ഷെ നോക്കാം, കാണാൻ പറ്റുമോ നോക്കിയാൽ പോരെ. ഓക്കെ, നോക്കാം.
ഞാനിപ്പോൾ ഒരു മൂവി എടുത്തിട്ടുണ്ട് ഓൾറെഡി. യുവർ പേയ്മെൻറ്റ് സ്പെൻഡിങ് ദ മീറ്റിംഗ് പ്രോസസ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇതറിയുന്നവരൊക്കെ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും. ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കേട്ടോ. മൈ ലിസ്റ്റ് ആപ്പ് സെറ്റിങ്സ് അക്കൗണ്ട് മൈ ലിസ്റ്റാണ്. ഹെൽപ്പ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാത്തിലും ഒരു ക്യാൻസൽ മെമ്പർഷിപ്പ് ക്യാൻസൽ കൊടുത്തു കേട്ടോ. ഹാവ് യു ഫിനിഷ്ഡ് വാച്ചിങ്? ബെസ്റ്റ്. എന്നാലും നമ്മൾ ചെയ്തിട്ട് അടങ്ങത്തില്ല. Go back, manage preference. സാധാരണ പൈസ ഇടാനുള്ള ഒരു ഇതൊക്കെ കാണുന്നതാണ് കേട്ടോ. ഇതിനകത്തൊരു തേങ്ങയും കാണുന്നില്ല. അപ്പോൾ ഗൈസ് വീണ്ടും ഞാൻ വേറൊരു മെയിൽ ഐ ഡി അല്ല UPI ID കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാവും നോക്കാം. അപ്രൂവിങ് ഓട്ടോ പേ കൊടുത്തു. ഓക്കെ, അപ്രൂവ് ഓട്ടോ പേ കൊടുത്തു. ഇത് ആ നമ്പരും അടിച്ചു കൊടുത്തു. ഓക്കെ അടിച്ചു. നിങ്ങൾ കണ്ടോ, നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്, എന്നിട്ട് അവർ ശരിയാക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. സംഭവം ശരിയായല്ലോ. അപ്പോൾ പൈസ അടച്ചു. അത് നമ്മൾ ആപ്പിലല്ല ചെയ്തത്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തു. അത് നിങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ ചെന്ന് netflix.com എന്നടിച്ചപ്പോൾ അങ്ങനെ ചെയ്തതാണ് 150 രൂപ പേയ്മെൻറ്റ്. വളരെ ഈസിയാണ്, നിങ്ങൾ കണ്ടല്ലോ. അത് എൻ്റെ എന്തോ ഒരു തെറ്റ് കാരണം വന്നതാണ്. അടിച്ച UPI ID തെറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റിപ്പോയതല്ല, പക്ഷേ അത് ആദ്യം എടുക്കാൻ ഞാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഗൂഗിൾ പേയിൽ വന്നു 149 രൂപ പേ ചെയ്യണം. അത് ഞാൻ പേ കൊടുത്തിട്ടായില്ല. അപ്പോൾ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ്ഫ്ലിക്സിൽ ചെല്ലുക. നമുക്കിഷ്ടമുള്ള അങ്ങ് വൈകുണ്ഠപുരം വേറെന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് ലോഡ് ആവുന്നുണ്ടോ നോക്കാം. ഫുൾ പവറിലിരിക്കട്ടെ എല്ലാം. അപ്പോൾ ഗൈസ് ഇത് ഫിലിമൊക്കെ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്ന പടം. അപ്പോൾ ഇത് ചിലർ പറഞ്ഞു ഇത് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ അതെവിടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ എവിടെയും കാണിക്കുന്നില്ല. ഷെയർ, കോപ്പി ലിങ്ക്, ഓക്കെ, അതൊന്നുമില്ല. ഇഷ്ടംപോലെ പടങ്ങളുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ. അവന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അവനെ ഇന്ന് നല്ല ക്ലിയർ ഉണ്ട്. അത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഗൈസ് ക്ഷമിക്കണം. എല്ലാ ഇറങ്ങുന്ന വീഡിയോസും ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് കാരണം എനിക്ക് ഇടാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാശും കിട്ടത്തില്ല, എല്ലാവരും കാണുമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത് 480p ആണ്. അതുകൊണ്ടാണ് ഈ ക്ലാരിറ്റി. നമ്മൾ 500-ൻ്റെ അല്ല 650-ൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും. HK അല്ല 4K ഹൈ ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ദ ബീസ്റ്റ് ഉണ്ട്, എല്ലാ മൂവീസും ഉണ്ട് കേട്ടോ. കണ്ടോ, മുമ്പിൽ ഏതൊക്കെ കിടക്കണമെന്ന് നോക്കാം. ഇത് സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ ഉണ്ട്. അത് വേണ്ട, നമുക്ക് ഈ പ്രേതത്തിൻ്റെ പരിപാടി ചിലതൊന്നും ഇഷ്ടമല്ല. അത്യാവശ്യം എല്ലാം ഉണ്ട്. മണി ഹേസ്റ്റ് ഉണ്ട്, കണ്ടോ, ഇൻ്റർനാഷണൽ TV ഷോസ്. ഇപ്പോൾ പുതിയ ഇറങ്ങിയ ബ്ലാക്ക് ആഡം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ബ്ലാക്ക് ആഡം നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. വെനം ഉണ്ട്, വെനമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സെൻട്രൽ ഇൻ്റലിജൻസ്, റെഡ് നോട്ടീസ് ഉണ്ട്. ബ്ലാക്ക് ആഡം ഇറങ്ങിയിട്ടില്ല കേട്ടോ.
ആഡം പ്രൊജക്റ്റ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നല്ല നല്ല പടങ്ങൾ. റാംപേജ്, റോക്കിൻ്റെ തന്നെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട് ഇതിനകത്ത്. ബ്ലാക്ക് ആഡം കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ഇന്റർസെപ്ഷൻ, ബ്ലഡ് ഷോട്ട്, നമ്മുടെ വിൻ ഡീസലിൻ്റെ പടമൊക്കെ ഉണ്ട്. മെർസണറീസ്, ടോം റൈഡർ, അൺചാർട്ടഡ്, കേഴ്സ്റ്റ്, ഇതൊക്കെ നല്ല അടിപൊളി പടം. ലാസ്റ്റ് മെർസണറി, ചുമ്മാഞ്ചി, ജേണി 2, നല്ല പടങ്ങളാട്ടെ എല്ലാം. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആരെങ്കിലും കണ്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.